ഹലോ ഗേസ്, ദേവീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുത്തൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു സൺഡേ ക്യാമ്പിനെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. സാധാരണ എനിക്ക് 9:30ക്കാണ് ഡ്യൂട്ടി. ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് എന്നോട് 8:30ക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ വേഗം എഴുന്നേറ്റ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പണികളൊക്കെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചപ്പോഴാണ് കുറച്ച് പഴുത്ത മാങ്ങ ഇരിക്കുന്നത് കണ്ടത്. ഒന്നും നോക്കിയില്ല, എടുത്ത് അങ്ങ് കട്ട് ചെയ്തു. ക്യാമ്പിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്ന് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് സെറ്റാക്കിയതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. സാധാരണ ഞങ്ങൾക്ക് സൺഡേയിൽ ഒരു ഡ്യൂട്ടി പറഞ്ഞാലോ വേറെ എന്തെങ്കിലും പറഞ്ഞാലോ ഭയങ്കര ചടപ്പാണ്. പക്ഷേ ഔട്ട്സൈഡ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാർഡിയോളജി ടീം വലിയൊരു ടീമാണ്, കുറേ പേരുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആയിട്ട് വരുമ്പോൾ ഒരു നല്ലൊരു വൈബ് തന്നെയാണ്. എന്തിനും ഏതിനും നമ്മുടെ ഒപ്പമുള്ള കുറേ ചങ്ക്സുകൾ എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളുടെ വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് അങ്ങനെ വണ്ടിയിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഉണ്ണിയേട്ടൻ ആംബു പൈലറ്റ്. ഞാൻ ആംബു പൈലറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണല്ലോ, ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് നിലം തൊടാതെ അവർ ആംബുലൻസായിട്ട് പായുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം വിശേഷിപ്പിച്ചത്. അടുത്ത ആൾ വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാവരും സെറ്റായി എന്ന് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ടീം നമുക്ക് ഇപ്പോഴും ആയിട്ടില്ല. കുറച്ച് പേര് നേരിട്ട് ക്യാമ്പിൻ്റെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല രസകരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. സത്യത്തിൽ ക്യാമ്പാന്നുള്ളത് പോലും മറന്നുപോയി. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടിയിട്ടും ട്രോളിയിട്ടും നല്ല രസമുള്ള വൈബ് തന്നെയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസകരമായിട്ട് ട്രോളുന്ന സമയത്ത് ശരിക്കും ട്രോളാനുള്ള അവസരം പിന്നിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കണ്ടത്. ഒരാൾ ഒന്നും മിണ്ടാതെ മെല്ലെ ഇരുന്ന് നല്ല പോളിംഗ് ആയിരുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറിയ ആൾ. പിന്നെ അങ്ങ് പുറത്ത് നോക്കിയപ്പോൾ നല്ല നല്ല വ്യൂസ് കണ്ടു. അപ്പോൾ അതെല്ലാം ഒന്ന് മൊബൈലിലേക്ക് പകർത്താമെന്ന് വിചാരിച്ചു. കുറേ ഒന്നും പകർത്താൻ പറ്റിയില്ല, കാരണം നല്ല ചൂടുള്ള സമയമാണ്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നാട്ടിൽ നല്ല ചൂടായതുകൊണ്ട് സൂര്യപ്രകാശം നന്നായി വന്നങ്ങനെ കയറുമായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് വ്യൂസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരുവിധം നല്ല രസകരമായിട്ടുള്ള നല്ലതായിട്ട് തോന്നിയതും പാടങ്ങളും കുറച്ച് തോടുകളൊക്കെ ആയിട്ട് ഞാൻ പകർത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നതിനിടയിൽ നമ്മുടെ ക്യാമ്പിൻ്റെ അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സെൻറ്റ് ആൻ്റണി ചർച്ചാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഫാദർ ഡേവിസ് ചെറമേൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. ഞങ്ങൾ എത്തുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എക്യുപ്മെൻറ്റ്സും സാധനങ്ങളും എല്ലാവരും ഞങ്ങൾ റൂമിൽ സെറ്റാക്കി. സാധാരണ നല്ലൊരു പാക്കേജ് തന്നെയാണ് ഞങ്ങൾ കൊടുക്കാറ്. എല്ലാ മാസവും ഒരു സൺഡേ ഞങ്ങൾ ഔട്ട്സൈഡ് ക്യാമ്പ് നടത്താറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം ഇവിടെയാണ് കിട്ടിയത്. പേഷ്യൻസിന് ഒരു ECG പാക്കേജ്, ECG ഉണ്ടാവും അതിനകത്ത്, GRBS, BP എല്ലാം നോക്കി നല്ല രീതിയിൽ എല്ലാവരും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. 100-200ഓളം പേഷ്യൻസ് ഉണ്ടായിരുന്നു നമുക്ക് ക്യാമ്പിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. നമ്മുടെ എനർജറ്റിക് ആയിട്ടുള്ള മനോജേട്ടൻ 2 വാക്ക് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഫാദറും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടി എനിക്കിതിനകത്ത് ഏഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല രീതിയിൽ ക്യാമ്പൊക്കെ മുന്നോട്ട് പോയി. പേഷ്യൻസിന് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. പേഷ്യൻസ് ആണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് അവരുടെ വിശേഷങ്ങളും രോഗങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ നമ്മുടെ സന്തോഷ് സാറിൻ്റെ ഭാഗത്തുനിന്ന് നന്നായിട്ട് പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. കുറച്ച് വിഷമം തോന്നിയെങ്കിലും കണ്ടത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതുകൊണ്ട് ആ വിഷമങ്ങളെല്ലാം പോയി. നല്ല പോളിംഗ് അവിടെ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. എല്ലാം നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് എല്ലാത്തിൻ്റെ അവസാനം ഒരു സെൽഫി, അത് എന്തായാലും അത്യാവശ്യമാണല്ലോ. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളുടെ ടീം കംപ്ലീറ്റ് ആയപ്പോൾ ഞങ്ങൾ ഒരു അടിപൊളി സെൽഫി എടുത്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്